ഞാനിതിന്റെ ഒരു ആമുഖം മാത്രം ആദ്യം അവതരിപ്പിക്കാം. അതിനുശേഷം ഷാജിമോൻ സംസാരിച്ചിട്ട് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് കരുതുന്നു. കാരണം ഈ വിഷയം അതുപോലെ ശ്രദ്ധാപൂർവം അതീവ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആമുഖമായിട്ട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 2018 പ്രളയത്തിന് കേന്ദ്രം നൽകിയ 3048 കോടി 39 ലക്ഷം രൂപ കേന്ദ്ര ധനസഹായം കേന്ദ്രം നൽകിയതാണ്. എന്നാൽ അതിൽ 900 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ വിനിയോഗിച്ചത്. ബാക്കി 2148 കോടി 39 ലക്ഷം രൂപ എതിരെ പോയി എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇങ്ങനെ ഒരു ദുരന്തം വയനാട്ടിൽ ഉണ്ടാകുന്നത്. അപ്പൊ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമൊന്നും തരുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തുമ്പോൾ കേന്ദ്രം എങ്ങനെയാണ് തരേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല. കേന്ദ്രം തരുന്നതിന്റെ മാനദണ്ഡം എന്താണ്, അതിന്റെ ഒരു രീതിശാസ്ത്രം എന്താണ്, അതിന്റെ പിന്നിലുള്ള പ്രോട്ടോകോൾ എന്താണ്, അതിന്റെ നിയമങ്ങൾ എന്താണ്, ചട്ടങ്ങൾ എന്താണ്, റൂളുകൾ എന്താണ്, ഇതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തേണ്ട ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ മാധ്യമങ്ങൾ, അവരും ഇതിന്റെ സത്യാവസ്ഥ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച വളരെയേറെ വാല്യുബിൾ ആണ്. ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ്. കാരണം ജനങ്ങളാണ് കഷ്ടത്തെ അനുഭവിക്കുന്നത്, ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത്. ഭരണകൂടങ്ങൾ, എന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കേരളം ഭരിക്കുന്ന ഭരണകൂടം LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ ദുരന്തം വരാൻ കാത്തിരിക്കുകയാണ്. ഒരു ദുരന്തം വന്ന് കിട്ടിയാൽ അതിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപ മോഷ്ടിക്കാം, തട്ടിയെടുക്കാം എന്നുള്ള ഗൂഢമായ ലക്ഷ്യവുമായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ പെരുമാറുന്നത്. എന്നിട്ട് ജനങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയും. ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കണക്ക് തന്നെ 2018 നടന്ന ഒരു സംഭവത്തിന്റെ കണക്കാണ്. ആ കണക്ക് ഇന്ന് വരെ വിശദമായി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ദുരിതാശ്വാസ നിധിയായിട്ട് 665 കോടി രൂപ ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുമായിരുന്നില്ല. കാരണം 2100 കോടിയിലധികം രൂപ തട്ടിയെടുത്ത ഒരു സർക്കാരാണ്, ജനങ്ങളിലേക്ക് എത്തിക്കാത്ത സർക്കാരാണ് വീണ്ടും ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്നിട്ടും ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾ 665 കോടി രൂപ അതേ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ദുരിതാശ്വാസ നിധിയായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്നൊരു പൈസ പോലും ജനങ്ങളിലേക്ക് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ചോദ്യം എന്റേതല്ല, കേരള ഹൈക്കോടതിയുടേതാണ്. കേരള ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് 5 ചോദ്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അതായത് ഭരണകൂടത്തോട് ചോദിച്ചു. ഒന്നിനും മറുപടിയില്ല. മാത്രമല്ല, മറുപടി തരണമെങ്കിൽ ഇനിയും 2-3 മാസം സമയം തരണം എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അപ്പോൾ എന്താണ് ഒളിച്ചു വെക്കുന്നത്? എന്താണ് വ്യക്തമാക്കാത്തത്? കൃത്യവും വ്യക്തവുമായി ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും കേരള സംസ്ഥാന സർക്കാരിന് മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ട്? അപ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാൽ പോരാ, നിങ്ങൾ കണക്കെഴുതണം, ആ കണക്ക് കോടതിയിൽ കാണിക്കണം, കേന്ദ്രത്തിന് കൊടുക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ പോലും കണക്കില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ. ഇനി അത് എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. ഷാജിമോന് അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയുന്നയാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ വലിയ വിലയുണ്ട്. ഞാനും അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ സാങ്കേതിക വശങ്ങളും കേന്ദ്രം എന്തുകൊണ്ട് പണം തരുന്നില്ല എന്നുള്ളതിന്റെ വസ്തുതയും ഞാൻ വ്യക്തമാക്കാം. ഷാജിജി, നീട്ടിക്കുറുക്കാനൊന്നും ചോദ്യമല്ല, ഒറ്റ ചോദ്യമുള്ളൂ. എന്താണ് നിങ്ങളുടെ ജനതയുടെ അവിടുത്തെ അവസ്ഥ? കാരണം ഞങ്ങളൊക്കെ പുറമേ നിന്ന് ചാനലുകളിലൂടെ കണ്ടറിയുന്ന ആളുകളാണ്. അങ്ങ് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ചൂരൽമല എന്ന് പറയുന്ന ആ ദേശത്ത് തന്നെയാണ് അങ്ങ് ജീവിക്കുന്നത്. ദുരന്തം ബാധിച്ച ദേശം തന്നെയാണ്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് അങ്ങയുടെ ആ ജനങ്ങളുടെ പ്രതികരണം? എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ജനനിബിഡത്തിലേക്ക്, ഒരു ജനക്കൂട്ടത്തിനകത്തേക്ക് ഒരു ബോംബ് വീണതുപോലെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തെറിച്ചു പോയ ഒരു ജനതയാണ് ഞങ്ങളിപ്പോ ആകെ കൂടിച്ചേരുന്നത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ മാത്രമാണ്. ഇപ്പൊ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ കീഴിൽ ഒരു 1000 കുടുംബങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. പരമാവധി 1023 അത്രയുണ്ട്. പിന്നെ കുറെ പേരെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. അങ്ങനെയാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് പോലും. ഇപ്പോഴത്തെ പുനരധിവാസത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പതുക്കെ കരിഞ്ഞു തുടങ്ങുകയാണ്. ശരിക്കും നമുക്കറിയാം, പുനരധിവാസത്തിന് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ, ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ, ഇപ്പോ ഹർത്താലുകൾ നടത്തി അതിനുപരി വലിയ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചവര്, നിരന്തര വിവാദങ്ങളാണ്. ഇതിലൊന്നും ആളുകൾക്ക്, ഈ ഇരകളായിട്ടുള്ള ആളുകൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ,
എന്ന് പുനരധിവാസം സാധ്യമാകും. അപ്പോ നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അതിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട്, ഇത് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ ഒരു അഭിപ്രായമല്ല, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. ഈ ഒരു ഭൂമി ഏറ്റെടുക്കൽ നമുക്കറിയാം വർഷങ്ങളോളായിട്ട് കേസിൽ നടക്കുന്ന ഒരു ഭൂമിയാണിത്. ഈ ഭൂമി ഇപ്പൊ ഇവർ ഏറ്റെടുക്കുമ്പോൾ കേസിന് പോയി. ഈ കമ്പനിയിൽ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്, ഈസ്റ്റേൺ എസ്റ്റേറ്റ് പറഞ്ഞ 2 എസ്റ്റേറ്റുകൾ, 2 സ്വകാര്യ ഭൂമികൾ. അതിൽ ഹാരിസൺസ് എസ്റ്റേറ്റ് കുറച്ചുകൂടി വലിയ ഭൂമിയാണ്, തോട്ടഭൂമിയാണ്, വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ്, RPG ഗോയകളുടെ നേതൃത്വത്തിലുള്ള. അവർ കേസിന് പോയി. ഈ കേസിന് പോയ സ്ഥിതിക്ക് ഇവർ വർഷങ്ങളായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിച്ച ഭൂമി ഈ പ്രശ്നത്തിൽ, അതായത് പട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ്, ഇത് സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ പലതവണ കേസുകളിൽ തോറ്റുകൊടുത്ത ഒരു ഭൂമി കൂടിയാണ്. ഈ ഭൂമിക്ക് സർക്കാരിന് 2 ഓപ്ഷനാണ് സർക്കാർ മുമ്പിലുള്ളത്. ഒന്ന് കേസുമായിട്ട് പോവുക. ഈ കേസുമായിട്ട് പോകുമ്പോൾ അനന്തരമായിട്ട് ഈ പുനരധിവാസം നീണ്ടുപോകും. പുനരധിവാസം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഇവരോട് ഒരു സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഇതിന് വില കൊടുത്ത് വാങ്ങിക്കുക. അവര് പറയുന്ന കമ്പനി പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കുക. കമ്പനി പറയുന്ന വില കൊടുത്ത് അവിടെയാണ് നമ്മളൊരു അപകടം. അതായത് ഞാനിതൊരു ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിയാണ്, എനിക്ക് പരിമിതികളുണ്ട്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്കൊരു മടിയില്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷെ രാഷ്ട്രീയ നേതൃത്വം സത്യത്തിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമി ഇവർ HMLന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ കോടതിയിൽ അവർക്കൊരു വാദമുഖം കൂടിയായി. ഗവൺമെന്റ് ഞങ്ങളുടെ ഭൂമി ആയതുകൊണ്ടാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് വില തന്ന് ഏറ്റെടുത്തത്. അപ്പൊ ഗവൺമെന്റ് ഈ ഭൂമി ഏറ്റെടുക്കന് കാലതാമസം വരികയാണെങ്കിൽ ഇവിടെ ഇരകളായിട്ടുള്ള ആളുകൾ, ഞങ്ങളടക്കമുള്ള ആളുകൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് മറവിൽ ഈ HMLുമായിട്ട് ചർച്ച നടത്തി, HML മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തി ഇവർക്ക് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് പറയും, എന്ത് പൊതുസമൂഹത്തോട് പറയും, ജനങ്ങൾ ബുദ്ധിമുട്ടിലാക്കിയപ്പോൾ ഞങ്ങളെ സമ്മർദ്ദത്തിൽ ഞങ്ങൾ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇത് വാങ്ങിക്കേണ്ടി വന്നത്. ഈ സമ്മർദ്ദം ഞങ്ങൾക്ക് സമരവും ചെയ്യാതെ രക്ഷയില്ല. ഞങ്ങൾ ഇരകൾക്ക് പുനരധിവാസം, ഞങ്ങളുടെ മുമ്പിലുള്ള ഈ 2 തോട്ട ഭൂമി ഏറ്റെടുക്കുന്നതാണ് ഗവൺമെന്റ്. ഈ ഏറ്റെടുക്കല് നിയമപ്രശ്നങ്ങളിലേക്കും മറ്റും അങ്ങനെ കാലാവധി ഇല്ലാതെ കാലങ്ങളോളം നീണ്ടു പോവുകയാണെങ്കിൽ, പുനരധിവാസം നീണ്ടു പോകുന്നതുകൊണ്ട് ഞങ്ങൾ സമരത്തിനിറങ്ങും. ഞങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് HMLുമായിട്ട് ഒരു ബാർഗൈനിങ്ങും ഒരു വിലപേശലെല്ലാം നടത്തിയിട്ട് HMLന് ഈ ഭൂമി ഏറ്റെടുക്കും. HMLന്റെ അടുത്ത് ഈ ഭൂമി ഏറ്റെടുക്കും. HMLന്റെ അടുത്ത് ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ HMLന് കോടതിയിൽ പറയാൻ ഒരു കാരണമായി, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഇവിടെ ഈ ഇരകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരെന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ എന്തൊക്കെയോ ഇതിന് പുറകിൽ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ലജ്ജയോടെ പറയട്ടെ, ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഇതിന് സമയമില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വം, ഏത് രാഷ്ട്രീയ നേതൃത്വം, അതിലെനിക്ക് പറയാം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് ഇതിൽ ഒരു മടിയുമില്ല. ഇത്തരം അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൊ ഇന്നലെ WSS വയനാട് സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മാനന്തവാടി രൂപതയുടെ ഒരു സഹായ വിവിധ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ദുരിതബാധിതർക്ക്, അത് പ്രത്യേകിച്ച് ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിലുള്ള ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള ഒരു സഹായധന വിതരണം, വിവിധ കാര്യങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സഹായം വിതരണം ചെയ്യലുണ്ടായിരുന്നു. അതില് ഉദ്ഘാടകനായിട്ട് കേളുവായിരുന്നു, പട്ടിക വർഗ വികസന വകുപ്പ് മന്ത്രി, ഭിന്നക്ഷേമ വികസന മന്ത്രി. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഭൂമി ഏറ്റെടുക്കൽ അനന്തരമായിട്ട് അനിശ്ചിതം ഇങ്ങനെ കാലങ്ങളോളം നീണ്ടുപോവുകയാണെങ്കിൽ, അതൊരു നിയമപ്രശ്നക്കുരുക്കിൽ പെടുകയാണെങ്കിൽ ഞങ്ങൾ 30-40 ലക്ഷം രൂപ വീതം ഈ ഇരകൾക്ക് കൊടുത്തുകൊണ്ടെങ്കിലും ഞങ്ങൾ ഇത് തീർക്കുന്നു. അപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അവിടുത്തെ പൊതുസമൂഹം ഇന്നൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ മുഴുവൻ ചർച്ച ചെയ്താണ്, ഞങ്ങളെ പുനരധിവസിപ്പിക്കേണ്ട കോളനി പോലുള്ള കാര്യങ്ങളിലേക്ക് ഇവര് ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ഗവൺമെന്റിന്റെയാണ്, എത്രത്തോളം അത് കൃത്യമായിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്തു വെക്കുന്ന ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഇപ്പൊ ആവശ്യപ്പെടുന്നത് ടൗൺഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് ബുദ്ധിമുട്ടണ്ട. കൃത്യമായിട്ട് ഇന്നലെ മന്ത്രി കേളു പറഞ്ഞതുപോലെ അവർക്ക് ഭൂമിയും ഒരു വീടും വാങ്ങിക്കാനുള്ള അവരുടെ നഷ്ടത്തിനനുസരിച്ചുള്ള ഒരു തുക, കൃത്യമായിട്ടുള്ള ഒരു ചെറുതല്ലാത്ത ഒരു തുക കൊടുത്ത് അവർക്ക് സ്വയം പുനരധിവാസം കണ്ടെത്താനും അവർക്ക് വീടുകളും താമസവും കണ്ടെത്താനുള്ള അവർക്ക് അനുമതി കൊടുക്കണം. അതിനുള്ള സഹായം ഗവൺമെന്റ് ചെയ്താൽ മതി. അതിനുള്ള കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. 1023 പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടതായിട്ട് മുട്ടിലിൽ വെച്ച് നടന്ന ഒരു ദുരന്ത പുനരധിവാസ സമാലോചന യോഗത്തിൽ അന്നത്തെ
ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു സാർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു 2023 വരെ ഈ 1000 പേർക്ക് 50 ലക്ഷം രൂപ കൊടുത്താൽ പോലും 500 കോടി രൂപയുള്ളൂ. 677 കോടി രൂപ CMDRF-ലുണ്ട്. 677 കോടി രൂപ CMDRF-ലുണ്ട്. 50 ലക്ഷം രൂപ വീതം കൊടുത്താൽ പോലും 500 കോടിയോ ആവുകയുള്ളൂ. ബാക്കി ഇവര് ലോക മലയാളി സമ്മേളനം നടത്തിക്കോട്ടെ, നമുക്ക് എന്താണെന്നേ. ലോക മലയാളി സമ്മേളനത്തിന് 100 കോടി കൊടുക്കുന്നില്ല ഇവര്. ഈ പാവങ്ങൾക്ക് 500 കോടി കൊടുക്കട്ടെ, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക്. ഇത്രയും കാലം നികുതി കൊടുത്ത് ഈ മണ്ണിന്റെ മക്കളല്ലേ ഇവര്. അതിന് ഈ ഗവൺമെന്റ് തയ്യാറാകണം. മറിച്ച് ഞങ്ങൾ ഇപ്പൊ പറയുന്നത് HML ഭൂമിയുടെ പുറകിൽ പോകരുത്. HML ഭൂമിയിൽ പോവുകയാണെങ്കിൽ ഞാനും നിങ്ങളടക്കം, അത് കേരളീയ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. HML-നുള്ളിൽ ഞങ്ങളെ ഇരകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് HML-ആയിട്ട് വിലപേശൽ നടത്തരുത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, പല ഭൂമി വയനാട്ടിൽ ഭൂമി ഇല്ലാത്തതൊന്നുമല്ല, ഭൂമിയുണ്ട്. ഇതുപോലെ തന്നെ പലതവണ വയനാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഭൂമി ഇതുപോലെ തന്നെ വയനാട് ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ കൽപ്പറ്റ ടൗണിനോട് ചേർന്നാണ്. അവിടെ നിർമ്മാണം സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിൽ കള്ളക്കളി കളിച്ച കള്ളക്കളി പോലെ ഇതിലും ഒരു കള്ളക്കളി ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വിഷയമല്ല. അത് ശ്രദ്ധിക്കേണ്ടത് പൊതുസമൂഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മുമ്പിൽ ഞങ്ങളെ പുനരധിവസിപ്പിക്കുക. ഇപ്പോ പുനരധിവസിപ്പിക്കാൻ സ്ഥലവും ഭൂമിയും ഏറ്റെടുത്ത് ഗവൺമെന്റ് ബുദ്ധിമുട്ടേണ്ടതില്ല. ഗവൺമെന്റ് ഈ സ്വയം ഈ പുനരധിവാസം കണ്ടെത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ ഇന്നും ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്ന ഭൂരിപക്ഷം ഈ ഇരകളായിട്ടുള്ള, ഈ ദുരന്തത്തിന്റെ, ഈ ഡിസാസ്റ്ററിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷവും ഒരു 95% ആളുകളും എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ടൗൺഷിപ്പ് വേണ്ട എന്നുള്ള നിലയ്ക്കാണ്. ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അനന്തരം നീണ്ടുപോകും. അതുകൊണ്ട് പുനരധിവാസം സ്വന്തം നിലയിൽ കണ്ടെത്താൻ ഓരോ ഇരയും തയ്യാറാണ്, ദുരന്തബാധിതനും തയ്യാറാണ്. ഗവൺമെന്റ് അതിനു വേണ്ട ധനസഹായം ചെയ്താൽ മതി എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ ഇക്കാര്യത്തിൽ.